നമുക്ക് ഇന്നൊരു താങ്ക് യു കാർഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലത്തെ കാർഡ്സ് നമുക്ക് തന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ക്യാൻവ ആപ്പിൽ നിങ്ങൾക്ക് താങ്ക് യു ഫോർ യുവർ ഓർഡറിനോ അല്ലെങ്കിൽ താങ്ക് യു ഫോർ യുവർ പർച്ചേസിനോ ഏത് ടൈപ്പ് കാർഡാണോ വേണ്ടത് ആ ഒരു ടൈപ്പ് കാർഡ് അവിടെ സെർച്ച് ചെയ്താൽ ഇതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അതിൽ കാണും കേട്ടോ. അപ്പം ഞാൻ ചെയ്ത സെയിം ടെംപ്ലേറ്റ്സിലാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐക്കൺ ആഡ് ചെയ്യുക, വാട്സപ്പ് ഐക്കൺ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാനിതൊരു A4 സൈസ് പേപ്പറിലാണ് ഞാൻ പ്രിൻ്റ് എടുക്കാൻ വിചാരിക്കുന്നത്. ഞാനിവിടെ ഒരു A4 സൈസിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പേപ്പറിൽ. അപ്പോൾ ഞാൻ ഇവിടെ A4 സൈസ് ബ്ലാങ്ക് പേജ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് വന്നു. അതിൽ ഞാനൊരു ടെംപ്ലേറ്റ്സ് എന്ത് ചെയ്തു സെലക്ട് ചെയ്തിട്ടോ. അപ്പോൾ അതിൽ ചെറിയ ഇമേജസ് ഉണ്ടായതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പ്ലെയിൻ പേജാക്കി മാറ്റിട്ടോ. ഇനി ആ സേവ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് ഞാൻ എന്ത് ചെയ്തു ഈ ഒരു പേജിലേക്ക് സെലക്ട് ആക്കിട്ടോ. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി സിമ്പിളായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെന്ത് ചെയ്തു ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വിചാരിച്ചു. അതിന് സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷനാണ് എടുത്തത്. അതിൽ ഞാൻ 1 എന്ന് കൊടുത്തിട്ടോ, കാരണം അത്ര തിക്ക് മതി എനിക്ക്, കാരണം അത്രയും തിന്നായിട്ട് മതി, ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വൃത്തിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മൾ ഏത് സൈസ് പേപ്പറിലാണോ പ്രിൻ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എത്ര കാർഡ്സ് വേണമെങ്കിലും ആ ഒരു പേജിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.